അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 13-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം മുതൽ 62 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുന്നു. ദശവർഷാത്മകേ കാലേ സമ്പൂർണ്ണ സമയേ തദാ ജയന്ത്യാ സഹ ക്രീഡിത്വാ കാവ്യോ യാജ്ഞാന ചിന്തയൽ. ആശ്രയാ മമ മാർഗം തേ പശ്യന്ത സംസ്ഥിതാ കില. ഗത്വാ താൻ വൈ പ്രപശ്യേഹം യാജ്ഞാനതി ഭയാതുരാൻ. മാ ദേവേഭ്യോ ഭയം തേഷാം മദ്ഭക്താനാം ഭവേദിതി. സഞ്ചിന്യ ബുദ്ധിമാസ്ഥായ ജയന്തീം പ്രത്യുവാചഃ. ദേവാനേവോപസംയാന്തി പുത്രാ മേ ചാരുലോചനെ. സമയസ്തേദ്യ സമ്പൂർണോ ജാതോയം ദശവാർഷിക. തസ്മാൽ ഗച്ഛാമ്യഹം ദേവി ദ്രഷ്ടും യാജ്യാൻ സുമധ്യമേ. പുനരേവാഗമിഷ്യാമി തവാന്തികമനുദ്രുത. തഥേതി തമുവാചാധാ ജയന്തി ധർമ്മവിത്തമാ. യഥേഷ്ടം ഗച്ഛ ധർമ്മജ്ഞ ന തേ ധർമ്മം വിലോപയേ. തച്ഛുത്വാ വചനം കാവ്യോ ജഗാമ ത്വരിതസ്തതാ. അപശ്യദ്ദാനവാനാം ച പാർശ്വേ വാചസ്പതിം തദാ. ജന്മരൂപധരം സൗമ്യം ബോധയന്തം ഛലേന താൻ. ജൈനം ധർമ്മം കൃതം സ്വേന യജ്ഞനിന്ദാപരം തഥാ. ഭോ ദേവരിപവ സത്യം ബ്രവീമി ഭവതാം ഹിതം. അഹിംസാ പരമോ ധർമ്മോ അഹന്തവ്യാ ഹ്യാതതായിന.
ദ്വിജൈർഭോഗരതൈർവേദേ ദർശിതം ഹിംസനം പശോ ജിഹ്വാസാദപരൈ കാമമഹിംസൈവ പരാമതാം. ഏവം വിധാനി വാക്യാനി വേദശാസ്ത്രപരാണി ച ബ്രുവാണം ഗുരുമാകർണ്യ വിസ്മിതോസൗ ഭൃഗോസുതാം. ചിന്തയാമാസ മനസാ മമ ദ്വേഷ്യോ ഗുരു കില വഞ്ചിത കില ധൂർത്തേന യാജ്യാമേ നാത്ര സംശയ. ധിഗ്ലോഭം പാപബീജം വൈ നരകദ്വാരമൂർജിതം ഗുരുരപ്യനൃതം ബ്രൂതേ പ്രേരിതോ യേന പാപ്മനാ. പ്രമാണം വചനം യസ്യ സോപി പാഖണ്ഡധാരക ഗുരു സുരാണാം സർവേഷാം ധർമ്മശാസ്ത്രപ്രവർത്തക. കിം കിം ന ലഭത്തെ ലോഭാൻ മലിനീകൃതമാനസ അന്യോപി ഗുരുരപ്യേവം ജാത പാഖണ്ഡപീഡിത. ശൈലൂഷചേഷ്ടിതം സർവം പരിഗൃഹ്യതി ചോത്തമ വഞ്ചയത്യതി സമ്മൂഢാൻ ദൈത്യാൻ യാജ്യാൻ മമാപ്യസൗ. ശ്രീ ജഗദംബികായ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ ചതുർത്ഥേ ത്രയോദശോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 13-ാമത്തെ അധ്യായം 47-ാമത്തെ ശ്ലോകം മുതൽ 62 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജയന്തി സമേതനായി പത്താണ്ടുരമിച്ച ഗുരു ശിഷ്യരെയും ആ സമയം ഓർമ്മിച്ചുവല്ലോ. എന്നെ കാത്തു അവരെല്ലാം കാത്തിരിക്കും തീർച്ച തന്നെ. എനിക്കിപ്പോൾ അവരെയും ചെന്നു കാണണം. മമ ഭക്തർ അവർക്കു ദേവഭയമുണ്ടായിടില്ല. ജയന്തിയോടേവം മുനി പറഞ്ഞുവല്ലോ. നിന്നോടു ഞാൻ പറഞ്ഞതാ 10 വർഷം കഴിഞ്ഞല്ലോ. എന്റെ ശിഷ്യർ ദേവന്മാരിൽ ശരണം തേടി. അതുകൊണ്ടു ശിഷ്യന്മാരെ കാണുവാൻ ഞാൻ പോയിടട്ടെ. അധികം വൈകാതെ ഞാനും തിരിച്ചു വരാം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അങ്ങനെയാവട്ടെ എന്നു ചൊല്ലിയല്ലോ ജയന്തിയും. അങ്ങയുടെ ധർമ്മത്തിനു നാശമില്ലല്ലോ. ശുക്രാചാര്യർ അതിവേഗം അസുര സമീപമെത്തി. ശക്രഗുരുവിനെ കണ്ടു അസുരാന്തികേ. കപടവേഷത്താൽ ഗുരു അസുരകായജ്ഞങ്ങളെ നിന്ദിക്കുന്ന ജൈനധർമ്മം ഉപദേശിപ്പൂ. കേട്ടിടുക അഹിംസത പരമമാം ധർമ്മം നിത്യം. കൊല്ലാൻ വന്നിടുമ്പോൾ പോലും അഹിംസ ശ്രേഷ്ഠം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭോഗലാലസരായി ഭക്ഷണത്തിൽ പ്രിയമുള്ള വിപ്ര യാഗങ്ങളിൽ പശുഹിംസ പ്രകീർത്തിക്കുന്നു. ആ വിധത്തിൽ ദേവഗുരു പറയും
വഞ്ചിക്കപ്പെട്ടു. പാപബീജമായ ലോഭം നരക കവാടം തന്നെ. പാപത്താൽ ദേവഗുരുവ സത്യം ചൊല്ലുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആരുടെ വാക്കു പ്രമാണം, അവനും അസത്യവാദി. അവനു ദേവന്മാരുടെ ഗുരു തന്നെയും. ഗുരു പോലും ദേവനിന്ദകനായിടിൽ രജോതമ ഗുണമുള്ളോർ എന്തെല്ലാം കാക്കാതിരിക്കില്ല. ഗുരു പോലും വേദനിന്ദകനായിടിൽ രജോതമ ഗുണമുള്ളോർ എന്തെല്ലാം കാട്ടാതിരിക്കില്ല. ഇവനൊരു നടൻ പോലെ അഭിനയിച്ചിടുന്നല്ലോ. ഇവനെന്റെ ശിഷ്യന്മാരെ വഞ്ചിച്ചിടുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം. അമ്മേ ശരണം, കാളി ശരണം, അമ്മേ ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 371 ദിവസമാണ്. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി 371 ആ എപ്പിസോഡ് വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ്. ഇന്നലെ പ്രഭാഷണ രൂപത്തിൽ വീഡിയോയിൽ ചേർത്തത് 370 ദിവസത്തെ ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ഇവിടെ 32-ാമത്തെ ശ്ലോകം മുതൽ 46 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ തെറ്റായിട്ട് ചേർത്തത്. ഇപ്പോൾ ഇത് വീണ്ടും 47 മുതൽ 62 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ദിവസം ജൂൺ 1-ാം തീയതിയിലെ 372-ാമത്തെ എപ്പിസോഡിൽ അതിൽ 14-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളെയും ഇതിന് പിന്നാലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെ 47-ാമത്തെ ശ്ലോകം ദശവർഷാത്മകേ കാലേ സമ്പൂർണ്ണ സമയേ തഥാ ജയന്ത്യാ സഹ ക്രീഡിത്വ കാവ്യോ യാജ്യാന ചിന്തയൻ.
ജയന്തിയുടെ കൂടെ ദശവർഷാത്മകേ കാലേ 10 വർഷം സമ്പൂർണ്ണ സമയേ പൂർണ്ണമായി സകല സമയവും രമിച്ചു കഴിഞ്ഞ ശുക്രാചാര്യർക്ക് ജയന്ത്യാസഹ ക്രീഡിത്വ അവളോടുകൂടി ലീലകളാടിക്കൊണ്ടിരുന്ന കാവ്യന് ഇപ്പോ യാജ്യാന ചിന്തയൽ തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് ഓർമ്മ വന്നു. ആശയാ മമ മാർഗം തേ പശ്യന്ത സംസ്ഥിതാ കില ഗത്വാ താൻ വൈ പ്രപശ്യേഹം യാജ്യാനതിഭയാതുരാൻ. ഞാൻ ചെല്ലുന്നതും നോക്കി ഉത്കണ്ഠയോടുകൂടി അവർ കാത്തിരിക്കുന്നുണ്ടാവും. അവര് അതിഭയാതുരാൻ വളരെയധികം ഭയപ്പെട്ടിരിക്കുന്ന ആ യാജ്യന്മാരെ, തൻ്റെ ശിഷ്യന്മാരെ ഉടനെ തന്നെ ഗത്വാ താൻ വൈ പ്രപശ്യേഹം, എനിക്ക് ഉടനെ തന്നെ ചെന്ന് കാണണം. മാ ദേവേഭ്യോ ഭയം തേഷാം മദ്ഭക്താനാം ഭവേദിതി, എൻ്റെ ഭക്തന്മാരായ അവർക്ക് ദേവന്മാരിൽ നിന്ന് ഭയമുണ്ടാവരുത്. സഞ്ചിന്യ ബുദ്ധിമാസ്ഥായ, ഇങ്ങനെ വിചാരിച്ച് ശുക്രാചാര്യർ ജയന്തിം പ്രത്യുവാച, ജയന്തിയോട് ബുദ്ധിമാസ്ഥായ ബുദ്ധിപൂർവം ജയന്തിയുടെ അടുത്ത് ശുക്രാചാര്യർ ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ദേവാനേവോപസയ്യാദി പുത്രാമേ ചാരുലോചനെ സമയസ്തേദ്യ സമ്പൂർണോ ജാതോയം ദശവാർഷിക. ഹേ സുമുഖി ചാരുലോചനെ, ഞാൻ നിന്നോട് പ്രതിജ്ഞ ചെയ്ത 10 വർഷം ഇപ്പതാ പൂർത്തിയായിക്കഴിഞ്ഞു. എൻ്റെ ശിഷ്യന്മാരൊക്കെ തന്നെ ഇപ്പോ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ദേവന്മാരെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ദേവാനേവോപസംയാതി പുത്രാമേ ചാരുലോചനെ, എൻ്റെ ശിഷ്യന്മാര്, എൻ്റെ പുത്രതുല്യരായിരിക്കുന്ന അവര് ഇപ്പൊ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ദേവന്മാരെ ശരണം പ്രാപിച്ചേക്കാണ്. അതുകൊണ്ട് തസ്മാൽ ഗച്ഛാമ്യഹം ദേവി ദ്രഷ്ടും യാജ്യാൻ സുമധ്യമേ. ഹേ സുന്ദരി, സുമധ്യമേ, സുന്ദരമായ അംഗത്തോടുകൂടിയ മധ്യഭാഗത്തോടു കൂടിയവളെ, ഞാൻ ആ ശിഷ്യന്മാരെ കാണാൻ പോകുന്നു. തസ്മാൽ ഗച്ഛാമ്യഹം പുനരേവ ആഗമിഷ്യാമി താവാന്തികമനുദ്രുത, ഞാൻ അധികം താമസിയാതെ നിന്റെ അടുത്തേക്ക് വരുന്നതാണ്. തഥേതി തമുവാചാധാ ജയന്തി ധർമ്മവിത്തമാ. തഥേതി, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ധർമ്മവിത്തമയായിരിക്കുന്ന ധർമാത്മാവായിരിക്കുന്ന ജയന്തി സമ്മതിച്ചു. യഥേഷ്ടം ഗച്ഛ ധർമ്മജ്ഞ നതേ ധർമ്മം വിലോപയേ. യഥേഷ്ടം പൊക്കോളൂ ഹേ ധർമ്മജ്ഞ, ഞാൻ അങ്ങയുടെ ധർമ്മത്തിനൊരിക്കലും ഭംഗം വരുത്തില്ല, അങ്ങോട്ട് പോവരുതെന്നും പറയില്ല. അങ്ങയുടെ ധർമ്മം ഇപ്പൊ ശിഷ്യന്മാരെ, അസുരന്മാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. തച്ഛ്രുത്വാ വചനം കാവ്യോ ജഗാമ ത്വരിതസ്തതാ അപശ്യദാനവാനാം ച പാർശ്വേ വാചസ്പതിം തദാ. അത് കേട്ട് ശുക്രാചാര്യര് വളരെ വേഗം ത്വരിതഃ, വളരെ വേഗം അവിടുന്ന് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോ എന്താ കണ്ടത്? അപശ്യൽ ദാനവാനാം ച പാർശ്വേ, ദാനവന്മാരെയും ആ ദൈത്യന്മാരെയും അസുരന്മാരുടെയും അടുത്ത് നിൽക്കുന്ന വാചസ്പതിം തദാ, ബൃഹസ്പതി, ആ ദേവഗുരുവായിരിക്കുന്ന വാചസ്പതിയെ കണ്ടു. ഛദ്മരൂപധരം സൗമ്യം ബോധയന്തം ഛലേന താൻ. ഛദ്മരൂപധരം സൗമ്യം, കപടവേഷം ധരിച്ച സൗമ്യനായി അദ്ദേഹം ദൈത്യന്മാരെ ജൈനം ധർമ്മം കൃതം സ്വേന യജ്ഞനിന്ദാപരം തഥ. അപ്പൊ യജ്ഞങ്ങളെ നിന്ദിക്കുന്ന താൻ തന്നെ നിർമ്മിച്ച ജൈനധർമ്മങ്ങളെ, ബൃഹസ്പതിയാണ് ജൈനധർമ്മം നിർമ്മിച്ചത് എന്നാണ് പറയണത്. അദ്ദേഹം നിർമ്മിച്ച ആ ജൈനധർമ്മത്തെ ഉദ്ബോധിപ്പിക്കുന്നു. എന്താ പറയണത്? ഭോ ദേവരിപവാ സത്യം ബ്രവീമി ഭവതാം ഹിതം. ഹേ ദേവശത്രുക്കളെ, നിങ്ങൾക്ക് ഹിതകരമായിരിക്കുന്ന സത്യം ഞാൻ പറഞ്ഞു തരാം. അഹിംസാ പരമോധർമ്മോ അഹന്തവ്യാ ഹ്യാതതായിന. അഹിംസയാണ് പരമമായ ധർമ്മം. അതേപോലെ ആതതായിനഹ, ആതതായികൾ, നമ്മളെ കൊല്ലാൻ ആയുധമെടുത്ത് വരുന്നവരെ പോലും, അവരെ പോലും ഒരിക്കലും കൊല്ലാൻ പാടില്ല. ധർമ്മോ അഹന്തവ്യ, അഹിംസാ പരമോധർമ്മോ അഹന്തവ്യ ഹ്യാതതായിന. ദ്വിജൈർ ഭോഗരതൈർവേദേ ദർശിതം ഹിംസനം പശു. ഭോഗലാലസരായിരിക്കുന്ന ഭക്ഷണപ്രിയരായിരിക്കുന്ന ബ്രാഹ്മണരാണ് വേദങ്ങളിൽ പശുഹിംസയെ പ്രകീർത്തിക്കുന്നത്. നമ്മളത് ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോ എന്താണ്? കാമം അഹിംസൈവ പരാമത, ജിഹ്വാസ്വാദപരേ കാമ അഹിംസൈവ പരാമത.
അപ്പോൾ നാവിൻ്റെ ആ രുചി നോക്കിയിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ അഹിംസയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഏവം വിധാനി വാക്യാനി വേദശാസ്ത്രപരാണി ച ബ്രുവാണം ഗുരുമാകർണ്യ വിസ്മിതോസൗ ഭൃഗോസുത. ഇങ്ങനെയുള്ള വാക്യങ്ങളും വേദശാസ്ത്രങ്ങളും ദേവഗുരു പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ ശുക്രാചാര്യർക്ക് അത്ഭുതമായി. ചിന്തയാമാസ മനസാ, മനസ്സിൽ ചിന്തിച്ചു. മമദ്വേഷ്യോ ഗുരുക്കില, എൻ്റെ ശത്രുവാണ് ഈ ബൃഹസ്പതി. വഞ്ചിതാകില ധൂർത്തേന യാജ്യാമേന അത്ര സംശയ, എൻ്റെ ശിഷ്യന്മാര് ഈ ധൂർത്തനാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. നാ അത്ര സംശയ, ഒട്ടും സംശയമില്ല. ധിഗ്ലോഭം പാപബീജം വൈ നരകദ്വാരമുർജിതം ഗുരുരപ്യനൃതം ബ്രൂതേ പ്രേരിതോ യേന പാപ്മന. കഷ്ടം. ഇതാ പറഞ്ഞത്, പാപത്തിന് ബീജം എന്ന് പറയുന്നത് ലോഭമാണ്, അല്ലേ? നരകത്തിലേക്കുള്ള കവാടമാണത്. പാപപ്രേരിതനായി ദേവഗുരു പോലും കള്ളം പറയുന്നു. പ്രമാണം വചനം യസ്യ സോപി പാഖണ്ഡധാരക. ആരുടെ വാക്കാണോ പ്രമാണമായിട്ട് എടുക്കേണ്ടത് അയാളും വേദനിന്ദകനായിട്ട് മാറുന്നു. ആ ഗുരു സകല ദേവന്മാരുടെയും ആചാര്യനും ധർമ്മശാസ്ത്ര പ്രവർത്തകനും. അത്ഭുതം, അല്ലേ? ഗുരു സുരാണാം സർവേഷാം ധർമ്മശാസ്ത്ര പ്രവർത്തക. കിം കിം ന ലഭതേ ലോഭാൻ മലിനീകൃത മാനസ. അന്യോപി ഗുരുരപ്യേവം ജാത പാഖണ്ഡ പീഡിത. ഗുരു പോലും ഇങ്ങനെ വേദനിന്ദകനായി തീർന്നാൽ, പാഖണ്ഡനായി തീർന്നാൽ, ലോഭം കൊണ്ട് മലിനമായ മനസ്സുള്ള മറ്റുള്ളവരുടെ കാര്യം, സാധാരണ ആളുകളുടെ കാര്യം അവരെന്തൊക്കെയാണ് ചെയ്യാതിരിക്കുക. ശൈലൂഷചേഷ്ടിതം സർവം പരിഗൃഹ്യ ദ്വിജോത്തമ വഞ്ചയത്യതിസമ്മൂഢാൻ ദൈത്യാൻ യാജ്യാന്തമാപ്യസൗ. ഈ ബ്രാഹ്മണോത്തമൻ ഒരു നടനെ പോലെ എല്ലാതും അഭിനയിക്കുന്നു. ഇങ്ങനെ അത്യന്തം മൂഢന്മാരായ എൻ്റെ ശിഷ്യന്മാരെ ഇയാൾ വഞ്ചിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുന്നു ശുക്രാചാര്യർ. ശുക്രാചാര്യരുടെ പ്രത്യാഗമനമാണ് അടുത്ത അധ്യായം. അത് നാളെ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.